നിലവിലുള്ള തീരുമാനം? ഞങ്ങൾ നിയമം ലംഘിക്കില്ല. ഞങ്ങൾ പോയത് നിങ്ങൾ രാവിലെ കണ്ടതാണ്. എന്തുകൊണ്ട് പോയി? ഇവിടെ ഇത് സീൽ വെച്ചിട്ട് ഞങ്ങൾ RDOൻ്റെ കയ്യിലാണ് കൊണ്ട് പോയാൽ RDOൻ്റെ കയ്യിൽ ചാവിയും കൊടുത്തിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ കൂടെ വെച്ച് DYSP തല്ലിപ്പൊളിക്കാൻ പറയുന്നത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഉള്ളി കയറാൻ പറയുന്നുണ്ട്, ചവിട്ടി പൊളിക്കാൻ പറയുന്നുണ്ട്. ഞാൻ അവളെ വിളിച്ച് സംസാരിച്ചു. എൻ്റെ ഫോൺ നോക്കിയാൽ മതി. ഞാൻ 5 മണിക്ക് സംസാരിച്ചു. നിങ്ങൾ പറഞ്ഞ മുഴുവൻ എൻ്റെ കയ്യിൽ റെക്കോർഡുണ്ട്. ഞങ്ങളത് വെറുതെ വിടില്ല. നിങ്ങളുടെ ഓഫീസിൽ നിന്ന് മാർച്ച് നടത്തും. പേടിക്കൊന്നും വേണ്ട. അപ്പോൾ എന്തായാലും ഇതിലൊന്നും തീരുമാനമാകട്ടെ. ഈ തല്ലിപ്പൊളിക്കാനാണെങ്കിൽ ആർക്ക് ഈസിയാണ്. ഇതാ എൻ്റെ 2 കുട്ടികൾ വിട്ട് ഇപ്പം തല്ലിപ്പൊളിക്കും അവർ ഓഫീസ്. അറിയോ നിങ്ങൾ? 5 മിനിറ്റ് തല്ലിപ്പൊളിക്കും. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. നമ്മൾ അതാണോ ഒരു പ്രശ്നം പരിഹരിപ്പിക്കേണ്ടത് പറഞ്ഞിട്ട് മുന്നിൽ നിൽക്കുക. ചെയ്യാൻ നല്ല പ്രാപ്തിയുള്ള ആളുകൾ നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് പോയിട്ട് ഒരു 100 പേര് ഇവിടെ നിന്നൊന്നുമല്ല, തെറ്റിദ്ധാരണ കുഴമ്പൊന്നും അവിടെ നിന്ന് എൻ്റെ അവിടെ നിന്ന് പേര് പറയാം വന്ന ആളുകളിലേക്ക് ഇവിടെ വന്ന് തല്ലി പൊളിച്ചെടുക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇതുണ്ട്, റെക്കോർഡുണ്ട്. എന്നിട്ട് ഇയാൾ കാവൽ നിൽക്കുക, ചെയ്യാൻ വേണ്ടി കാവൽ നിൽക്കുക. DYSP ഓർത്ത് നോക്കണം. ഈ പാവങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. അയാൾ തടുക്കാൻ മുമ്പ് അയാൾ ചെയ്തോ മിണ്ടാതിരിക്കണോ പറഞ്ഞാൽ ഇവർ മിണ്ടാതിരിക്കാനേ പറ്റുള്ളൂ. അയാൾ ഒറ്റ ആളാണ് മുഴുവൻ പ്രതി. ഞാൻ SP പറഞ്ഞിട്ടുണ്ട് അയാളുടെ നീതി കിട്ടില്ല എന്നുള്ളത്. അയാൾ നേതൃത്വം ചെയ്തെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ SP അല്ല ഇതിന് മുഴുവൻ ചാർജ് ചെയ്യാമെന്ന് SP എൻ്റെ പറഞ്ഞാണ്, ഉറപ്പ് പറഞ്ഞാണ്. അതേതൊരു സെക്ഷൻ പറഞ്ഞു, അത് വെച്ച് ചാർജ് ചെയ്തിരിക്കും. നാളെ RDO വിളിച്ചും സംസാരിക്കാൻ വിളിക്കും. അപ്പം നിങ്ങൾ പോകണം എന്ന് ആൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് എപ്പോൾ വേണമെങ്കിൽ നടപടി ഞങ്ങളായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങളുടെ ഓഫീസ് സംരക്ഷിക്കുന്ന ഭാഗത്ത് ഞങ്ങളുടെയാണ്. അല്ല, നിലവിലിപ്പോൾ നിങ്ങളുടെ നേതാക്കളുടെ ഫോട്ടോയൊക്കെ ഉൾപ്പെടെയുള്ളത് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് അവർ അവിടെ ആണല്ലോ. അത് ഞാൻ ചോദിട്ടെ, ഇത് ഇപ്പോൾ ആരുടെ കയ്യിലാണ്? ഇപ്പോൾ ഇത് ആരുടെ കയ്യിലാണ്? RDO കയ്യിലല്ലേ? അപ്പോൾ ഇതിന് ഞങ്ങളുടെ ഓഫീസ് തർക്കമായപ്പോൾ പൂട്ടി RDO കൊടുത്തു അല്ലേ? അത് സംരക്ഷിക്കേണ്ട പോലീസുകാർ തുറന്നു കൊടുത്തിട്ട് വലിച്ചെറിയാൻ വേണ്ടി അനുമതി കൊടുത്താൽ ഞങ്ങൾ വന്നാലുള്ള നിയമലംഘനം. DYFIക്കാർക്കും DYSPക്കും നിയമലംഘനവും ഇഷ്ടംപോലെ ചെയ്യാലോ. DYSP ആയിരിക്കും ചിലപ്പോൾ ഇത് മുഴുവൻ വലിച്ചെറിഞ്ഞുണ്ടാവുക. ഞങ്ങളതുണ്ടാവുമല്ലോ, എല്ലാ പ്രതിഷേധം ഉണ്ടാവും. 1, 2, 3 ഇത് കാണാ വരുന്നുള്ളൂ, പേടിക്കണ്ട. ഞങ്ങൾ 1000 നാളെ രാവിലെ വെച്ചപ്പോൾ എത്തും. പേടിക്കൊന്നും വേണ്ട. അത് എവിടെയെന്നുള്ള നമുക്ക് തീരുമാനിക്കും. പേടിക്കൊന്നും വേണ്ട. അത് എല്ലാ നേതാക്കന്മാരും വരികയും ചെയ്യും. നോക്കാം, പേടിക്കണ്ട. പിന്നെന്താ പാർട്ടി ഓഫീസ് ഞങ്ങളുടെ സംരക്ഷിക്കാൻ വേറെ ബാക്കി 2 ദിവസം ഒരാൾ വന്നത് അതിന്റെ ആവുമോ? ഏത് എഗ്രിമെന്റ്? നമ്മൾ സാമാന്യം ആലോചിക്കണ്ടേ? ഒരാൾ ഫാൾസ് എഗ്രിമെന്റ് ആവുമോ? അത് നിങ്ങൾ ഈ കള്ളത്തിന് കൂട്ടു നിൽക്കാൻ വേണ്ടി ഒരിക്കലും പറയരുത്. 70 വർഷം നടന്നൊരു പാർട്ടി ഓഫീസ് ഒരാൾ കയറിയും കൊണ്ട് ഞാനാണെന്ന് പറഞ്ഞു. അങ്ങനെ എത്രയോ ആൾ പാർട്ടി മാറിപ്പോയിട്ടില്ലേ? എത്ര ആൾ പോയിട്ട്? എൻ്റെ അകത്ത് തേങ്കുറിശി CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ കൂടിയാണ് വന്ന രാജു. അയാൾ പാർട്ടി ഓഫീസും കൊണ്ടുവന്നിട്ടില്ലല്ലോ. LC ഏരിയ സെക്രട്ടറി, കിഴക്കഞ്ചേരി ഏരിയ സെക്രട്ടറി നമ്മുടെ കൂടിയാണ്. എത്ര ഏരിയ സെക്രട്ടറിമാർ ഇവിടെ വരുന്നുണ്ട്. BJPയുടെ ജില്ലാ ഭാരവാഹി നമ്മുടെ കൂടെ വരുന്നുണ്ട്. അത് പറഞ്ഞാൽ പാർട്ടി ചെയ്യാം. അതാണ് ശരി. പേടിക്കണ്ട, ഇനിയും വരും CPM എന്ന്. അത് ഞാൻ കാണിച്ചു തരാം എപ്പോൾ എന്നുള്ളത്. RDO വിളിച്ച് അങ്ങ് പോകും. കാരണം ഞങ്ങളുടെ ഓഫീസ് കിട്ടണം പറയണ്ടല്ലോ. ഓഫീസ് മാത്രമല്ല, ഇതിൻ്റെ ഓണറും പോകും. അത് അയാൾ ഇവിടെ ഇല്ലല്ലോ, ദൂരമല്ലോ. എപ്പോൾ നിങ്ങൾ കേട്ടതല്ലേ? അയാൾ പറഞ്ഞപ്പോൾ അതില്ല, ഞാൻ സംസാരിച്ചില്ല. എനിക്ക് അയാൾ പരിചയമില്ല. ഇവിടെ ലോക്കൽ ആൾ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് നിങ്ങൾ 70 വർഷമായി ചെറിയൊരു വാടകയ്ക്ക് കോൺഗ്രസിനോട് ഇഷ്ടം കൊണ്ട് തന്നത് ഓഫീസാണത്. താൽക്കാലിക 2 വർഷം കൊണ്ട് ഇയാൾ അദ്ദേഹം കൊടുത്തു. ഇയാൾ തന്നെ ഫാൾസ് ആയിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി. അയാൾ ഇല്ല എന്ന് പറയുകയും ചെയ്യും നാളെ. പിന്നെ എഗ്രിമെന്റ് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അത് നോക്കാം. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള പോകുമ്പോഴേക്കും നമ്മൾ നോക്കും. പഠിക്കുന്ന അതെ, എൻ്റെ പാർട്ടി ഓഫീസ് പ്രസിഡന്റ് DCC എന്നാണ്. അതെല്ലാം അങ്ങനെ തന്നെയാണ്. ആരാണ്? ഇന്നാണല്ലോ അയാൾ രാജിവെച്ചത്. അപ്പോൾ ഇന്നലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെയാണ്, അയാളുടെ അല്ല. പിന്നെ ക്രൂക്കഡ് വിദ്യയുള്ള എല്ലാവരും കൂടി അങ്ങോട്ടും കൂടെ ആക്കുന്നതൊന്നും അതൊന്നും അനുവദിക്കില്ല. ശരിയല്ല അത്. അതിനൊക്കെ നിങ്ങളെപ്പോലുള്ള ആളുകൾ പോലും 70 ഈ പറയുന്ന ഈ പോലീസുകാർക്ക് ഞാൻ പറഞ്ഞല്ലോ, ദിവസം മുമ്പ് പാർട്ടി ഓഫീസാണെന്ന് അറിയാലോ. ഇതെങ്ങനെ പിറ്റേ ദിവസം ആവും CPM ഓഫീസാവുക? ഞാൻ പറയണ്ട, ഇവരിതിന് മുന്നിൽ കൂടെ പോകുന്നവരല്ലേ. നിങ്ങളിതിന് മുമ്പ് കണ്ടു കാണുമല്ലോ. അപ്പം അങ്ങനെ ഒരു ഇന്ന് വരെ ഇല്ലാത്തൊരു ചിത്രം ഇവിടെ ഉണ്ടാക്കുന്നത് ശരിയല്ല.